ഡോക്ടർ, ഈ അടുത്തിടയ്ക്ക് വിദ്യാബാലൻ വണ്ണം കുറച്ചത് ഒരു പ്രത്യേകതരം ഡയറ്റ് ഉപയോഗിച്ചിട്ടാണ്, ആ ഡയറ്റ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെ കേട്ടിരുന്നു. വിദ്യാബാലൻ പ്രപ്പോസ് ചെയ്ത ഡയറ്റ് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് ആണ്. അതൊരു ക്രാഷ് ഡയറ്റ് അല്ല, നമ്മുടെ ശരീരത്തിൽ നീര് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു ഡയറ്റ്, ആ ഒരു ആഹാര പ്രക്രിയയാണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബോഡിയിലെ നീര് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ലൈക്ക് നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക, ഫ്രൂട്ട്സ് കഴിക്കുക, ഷുഗർ കുറയ്ക്കുക, ഇടയ്ക്കുള്ള സ്നാക്കിംഗ് കുറയ്ക്കുക, നമ്മുടെ ഒരു ആഹാര രീതി തന്നെയും ഒരു ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ലെവലിലോട്ട് കൊണ്ടുപോവുക. ഈ രീതിയിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇൻഫ്ലമേഷൻ കുറയ്ക്കാം. സത്യത്തിൽ നീരാണോ ആൾക്കാരെ വണ്ണം വെപ്പിക്കുന്നത്? വെള്ളം കുടിച്ചാൽ തന്നെ നീര് വരുന്നു, വെയിറ്റ് കൂടുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അപ്പം ഏത് രീതിയിലുള്ള ആഹാരമാണ് കഴിക്കുന്നത് അതനുസരിച്ച് നമ്മുടെ ബോഡിയിൽ വാട്ടർ റിട്ടൻഷൻ വരും. ഇപ്പം സോൾട്ട് കൂടുതലുള്ള പിക്കിൾസ് അല്ലെങ്കിൽ ഈ സ്നാക്സ് ഒക്കെ കൂടുതൽ കഴിക്കുന്നവർക്ക് ബോഡിയിൽ എന്തായാലും ഫ്ലൂയിഡ് റിട്ടൻഷൻ വരും. അപ്പം അങ്ങനെ ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും, ഹോർമോൺസ് ചേഞ്ച് ആവും. അപ്പോൾ ഹോർമോൺസ് കാരണം തന്നെ കുറച്ച് ഫ്ലൂയിഡ് റിട്ടൻഷൻ വരും. ഇപ്പം നമ്മുടെ ആഹാര രീതി, നമ്മുടെ കേരളത്തിലെ ഫുഡ് തന്നെ എന്തെല്ലാം രീതിയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി സ്പൈസസ് ആണ് ഉള്ളതെന്ന് അറിയാമോ? കുരുമുളക്, മഞ്ഞൾ, ഇതെല്ലാം ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് നമുക്ക് നാട്ടുമ്പുറത്ത് നിന്ന് കിട്ടുന്ന ഫുഡ് കൊണ്ട് തന്നെ നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് തയ്യാറാക്കാം. ഡയറ്റുകൾ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുമോ? ഓരോരുത്തരുടെ ഫീനോടൈപ്പ് അനുസരിച്ചാണ് ഡയറ്റ് നിശ്ചയിക്കുന്നത്. ഫീനോടൈപ്പ് എന്ന് വെച്ചാൽ വിദ്യാബാലൻ്റെ ഒരു ബോഡി ടൈപ്പും വീണയുടെ ബോഡി ടൈപ്പും എൻ്റെ ബോഡി ടൈപ്പും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ മൂന്ന് പേരും ഫാറ്റ് മെറ്റബോളൈസ് ചെയ്യുന്നതും കാർബോഹൈഡ്രേറ്റ് സ്റ്റോർ ചെയ്യുന്നതും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി രീതി അനുസരിച്ചാണ് നമ്മളൊരു ഡയറ്റ് നിശ്ചയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ട് ഡയറ്റ് പ്ലാൻ വേണമെങ്കിൽ നിങ്ങളൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷനിസ്റ്റും ഒരു ഡോക്ടറുടെയും നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു ജനറൽ ആയിട്ട് ഡയറ്റ് എന്നൊരു സംഭവം ഇല്ലേ? ജനറൽ ഡയറ്റ് പ്ലാനുകളില്ല, ജനറൽ ഡയറ്റ് രീതികൾ നമുക്ക് പറയാം. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പം ഈ ഡെയിലി ഒരു സിർക്കേഡിയൻ റിതം അനലൈൻ ചെയ്തിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ, കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ്, കുറച്ച് പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിക്കുക, നമ്മുടെ ഏജിനനുസരിച്ച് അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ പുരുഷനോ ഉള്ള ഒരു രീതിക്ക് അനുസരിച്ചുള്ളൊരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഒരു ഡയറ്റ് പ്ലാൻ അല്ല, ഒരു ഡയറ്റ് രീതി. ഇപ്പോൾ സ്ത്രീകളെയും പുരുഷന്മാരെ പറ്റി പറയുകയാണെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഈ ഒരു ഡേ നൈറ്റ് ഋതം അല്ലാതെ സ്ത്രീകൾക്ക് ഒരു 28 ദിവസം കൂടുമ്പോൾ ഉള്ള ഒരു ഋതവും ഉണ്ട്. അപ്പം ആ ഒരു ഹോർമോൺ ബാലൻസോട് ചേർന്നിട്ടുള്ള ഡയറ്റ് ആയിരിക്കും സ്ത്രീകൾക്ക് നല്ലത് അല്ലേ? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു ന്യൂട്രീഷനിസ്റ്റിന്റെയും ഒരു ഡോക്ടറുടെയും ഹെൽപ്പോടുകൂടി മാത്രമേ നമുക്കൊരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് എന്നുള്ള ഒരു പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ആണ് എപ്പോഴും എഫക്റ്റീവ് ആയിട്ടുള്ളത്. അത് നമുക്ക് ഒരു ഭയങ്കര വിഗറസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും നല്ലത്. അപ്പോൾ അതിന് നിങ്ങൾക്ക് എന്തായാലും ഡെഫിനറ്റ്ലി ഒരു മോണിറ്ററിങ് ആവശ്യമാണ്.